ചേട്ടാ ഈ ഇടമുക്കിലേക്കുള്ള വഴി ഏതാണ്? ഇടമുക്കിലേക്കാ? നേരെ പോയാൽ മതി. നേരെ അല്ലേ? ശരിട്ടാ. പിന്നെ ചേട്ടാ അതെ അവിടെ ഒരു സുട്ടുമോൻ അറിയോ? സുട്ടുമോനാ കോലന്തറ സുട്ടുമോൻ. ഓ എന്താ കാര്യം? ചേട്ടാ കാര്യത്തിൽ രഹസ്യമാണ്. ഈ മോന്റെ ഒരു കല്യാണാലോചന എന്റെ ചേട്ടന്റെ മോൾക്ക് വന്നിട്ടുണ്ടേ. ചേട്ടാ അപ്പൊ ഇയാളെങ്ങനെയുണ്ട് ഏതാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ശരി എന്നാ പോട്ടെ. എന്താ ചേട്ടാ എന്ത് പറ്റി? എന്താണ് പ്രശ്നം? പറഞ്ഞിട്ട് പോ. ഏയ് ഞാൻ അവിടെ നിന്നാ ശരിയാവൂലടാ. പറയ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോ. അല്ലേ നല്ലത്. പൊന്നുമോനെ ഞാനൊന്നും പറയണില്ല. ഞാൻ വല്ലത് പറഞ്ഞെന്ന് പറഞ്ഞാലില്ലേ അവൻ കള്ളു കുടിച്ച് ചീട്ടളിക്കാൻ പോണ വഴിക്ക് എന്നെ അവൻ തല്ലു. ഇത് കണ്ട കഴിഞ്ഞവണ കിട്ടിയതിന്റെ കേടുവരെ ഇപ്പോഴും മാറിയിട്ടില്ല. അല്ല ചേട്ടാ അവൻ ഈ കുടുംബങ്ങളെ നന്നായിട്ട് നോക്കുന്നുള്ള ബ്രോക്കർ പറഞ്ഞത് അത് ശരിയാണോ? ആ പറഞ്ഞത് ശരിയാണ്. എന്റെ അറിവിൽ തന്നെ ഈ പരിസരത്ത് 4-5 കുടുംബങ്ങൾ അവൻ നല്ല ഭംഗിയായിട്ട് നോക്കണം. അല്ലെ? പിന്നെ ശാന്തേസാരൊക്കെ അവരെ കൊണ്ടല്ലേ ജീവിക്കണത്. അപ്പൊ അടി ഇടി വെടി കളി ഒക്കെ ഉണ്ടല്ലേ? പോരാത്തേന് ഉപ്പ് നോക്കി വെച്ച് നടക്കണ്ട. അപ്പൊ ഇത് ആലോചിക്കണ്ടല്ലേ? അതിപ്പോ കാര്യാക്കണ്ട. ഇപ്പോഴത്തെ പിള്ളേരെല്ലാരും ഇങ്ങനെയാണ്. അത് കല്യാണം കഴിയുമ്പോ ശരിയായിക്കോളൂ. അല്ലേ റാഫിക? പിന്നെ അല്ല. പിന്നെ ശ്രീധനായിട്ട് കൊടുക്കണെങ്കിൽ സ്വർണ്ണവും പണമൊന്നും ആയിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. അവന് ഡിവറ്റ് 5 ചുരിദാറാണ് വാങ്ങിച്ചു കൊടുത്താൽ മതി. അതെന്താണ് ചേട്ടാ? അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അല്ലാതാവുമ്പേ അഴ കെട്ടിയിട്ട് അങ്ങോട്ട് 4-5 ചുരിദാർ അങ്ങോട്ട് വിരിച്ചിട്ട് കൊടുക്കുക. അവൻ ആ പരിസരത്ത് ചുറ്റും കറങ്ങിക്കോളും. വേറെ എങ്ങോട്ടും പോകില്ല. വലിയ നന്ദിയുണ്ട് ചേട്ടന്മാരെ. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ രക്ഷിച്ചത്. ഇതൊക്കെ ഒരു സന്തോഷം ചേട്ടാ. ഞങ്ങളെ കൂടെ ഇതൊക്കെ പറ്റുള്ളൂ. ശരി ചേട്ടാ, വലിയ ഉപകാരം. ഇനിയും എല്ലാ ആലോചന വരികയാണെങ്കിൽ വരാട്ടെ. മനസ്സിനൊരാശ്വാസം അല്ലേ റാഫിക? അതെ അതെ. എത്ര കാലം ഒരു കല്യാണം മുടക്കിയിട്ട് അല്ലേ?